ഇടുക്കി വണ്ടൻമേട് പഞ്ചായത്തിലെ കൊച്ചറ മയിലാടുംപാറയിൽ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടി. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണത്. കടുവയ്ക്കൊപ്പം കുഴിയിൽ വീണ നായയെയും പുറത്തെത്തിച്ചു. കടുവയെ പരിശോധനകൾക്ക് ശേഷം പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ടു. രാവിലെ 7:30-ക്കാണ് ഏലം തോട്ടത്തിലെത്തിയ തൊഴിലാളികൾ നായയുടെ കരച്ചിൽ കേട്ട് കുഴിയിൽ നോക്കിയത്. നായയ്ക്കൊപ്പം കടുവയുമുണ്ടെന്ന് കണ്ടതോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വനമുദ്യോഗസ്ഥർ എത്തി കുഴിയുടെ മുകൾ വശം മൂടി. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർ അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി 2 ഡോസ് മയക്കുവെടിവെച്ചു. കുഴിയിലകപ്പെട്ട നായയ്ക്കും മയക്കുവെടിവെച്ചു. 1.5 മണിക്കൂർ കൊണ്ടാണ് ഏകദേശം 2 വയസ്സുള്ള കടുവ മയങ്ങിയത്. തുടർന്ന് കടുവയെയും നായയെയും പുറത്തെത്തിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇങ്ങനൊരു കടുവ ഇവിടെ അടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ വീണിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ സ്റ്റാഫ് ഇവിടെ എത്തി, RRT ബന്ധപ്പെട്ട ജീവനക്കാരെത്തി, ഡോക്ടർ എത്തി. അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ ട്രാങ്കുലൈസ് ചെയ്തു. പിന്നെ തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തേക്കടിയിൽ കൊണ്ടുപോയി ടൈഗറിന് വേണ്ടുന്ന പരിശോധനകൾ നടത്തിയതിനു ശേഷം അതിനെ കാട്ടിലേക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനമുള്ളത്. ആരോഗ്യസ്ഥിതി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പ്രസന്റ് കണ്ടിട്ട് വേറെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഒരു പട്ടി ഉണ്ടായിരുന്നു, കിണറ്റിൽ കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പട്ടിയെ ചേസ് ചെയ്ത് വന്ന സമയത്ത് കിണറ്റിൽ വീണതാവാം. ഇത് തമിഴ്നാടിൻ്റെ ബോർഡറിനോട് ചേർന്നുള്ള കേരളത്തിൻ്റെ ഭാഗത്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശമായ മയിലാടുംപാറയിൽ കടുവയുടെ സാന്നിധ്യം മുൻപ് ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഏലം കൃഷി ഏറെയുള്ള മേഖലയെങ്കിലും ജനവാസ മേഖല കൂടിയാണ് ഇവിടം. ഇത് ഇന്ന് രാവിലെ വെളുപ്പിനെയാണ് ഈ സംഭവം അറിയുന്നത്. ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ പണിക്ക് ചെന്നപ്പോഴത്തേക്ക് ഒരു ശബ്ദം കേട്ടിട്ട് ചെന്നപ്പം കടുവയും, ഒരു വലിയ കടുവയും അതിനോടൊപ്പം ഒരു നായ ഓടിച്ചുകൊണ്ട് പുറകെ പോയപ്പം കടുവ കുഴി വീണതാണെന്നാണ് വീട്ടുകാരൻ പറയുന്നത്. അപ്പം ചെറിയ കുഴി ആയതുകൊണ്ട് അതൊരു മറ്റേ ഗേറ്റിൻ്റെ ഇതെടുത്തിട്ട് മൂടി വെച്ചിരിക്കുകയാണ്, ഇത് പൊങ്ങി വരാതിരിക്കാൻ. അപ്പം ഫോറസ്റ്റ് അധികാരികളൊക്കെ വന്നിട്ടുണ്ട്. ആൾക്കാരെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് കയറി വന്നതാണ് സാധ്യത. കാരണം ഒരു സൈഡ് തമിഴ്നാട്, ഒരു സൈഡ് കേരളമാണ്. അപ്പോൾ ഇവിടെ വന്യമൃഗ ശല്യം അങ്ങനെ ഒന്നും ഉള്ള പ്രദേശമല്ല. പന്നിയുടെ ശല്യമൊക്കെ ഉണ്ട്, പക്ഷേ കടുവ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് വരുന്നത്. പരിശോധനകൾക്ക് ശേഷം ആവശ്യമായ ചികിത്സ നൽകി പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് എത്തിച്ച് കടുവയെ തുറന്നുവിട്ടു. നായയും കടുവയ്ക്കുമൊപ്പം കുഴിയിലുണ്ടായിരുന്നതിനാൽ പേവിഷബാധ വാക്സിൻ ഉൾപ്പെടെ നൽകിയതിനു ശേഷമാണ് കടുവയെ വനത്തിൽ തുറന്നുവിട്ടത്. ന്യൂസ് മലയാളം, ഇടുക്കി.